2060 സൂപ്പർ റാഫേലുമായി ഫ്രാൻസ് കൂട്ടായി ഇന്ത്യയും. യൂറോപ്പിലെ യുദ്ധവിമാന നിർമ്മാണ പദ്ധതികൾ കടുത്ത പ്രതിസന്ധികളും കാലതാമസവും നേരിടുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ വ്യോമശക്തി നിലനിർത്താനുള്ള ബദൽ നീക്കങ്ങൾ ഫ്രാൻസ് ശക്തമാക്കുന്നു. അടുത്ത തലമുറ റാഫേൽ F5 യുദ്ധവിമാന പദ്ധതിയുമായി അതിവേഗം മുന്നോട്ട് പോകാനാണ് പാരീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത യൂറോപ്യൻ പങ്കാളിത്തങ്ങൾക്കപ്പുറം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള ആഗോള സഖ്യകക്ഷികളുമായി ഫ്രാൻസ് പുതിയ ചർച്ചകൾ ഏർപ്പെട്ടു കഴിഞ്ഞു. ദീർഘകാല തന്ത്രപരമായ വ്യോമയാന പദ്ധതികൾ കൃത്യസമയത്ത് ട്രാക്കിലെത്തിക്കും ഫ്രാൻസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വരുന്ന 2060കളിലും ആഗോളതലത്തിൽ വ്യോമ മേധാവിത്വം നിലനിർത്തുക എന്ന ദീർഘവീക്ഷണത്തോടെയാണ് റാഫേൽ വിമാന കുടുംബത്തിലെ ഏറ്റവും നൂതനമായ ഈ F5 പതിപ്പ് വികസിപ്പിക്കുന്നത്. പൂർണ്ണമായും പുതിയൊരു സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം പൂജ്യത്തിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്നതിന് പകരം നിലവിലുള്ള റാഫേലിനെ അത്യാധുനികമാക്കുകയാണ് ഫ്രാൻസ് ചെയ്യുന്നത്. മെച്ചപ്പെടുത്തിയ സ്ട്രൈക്ക് ശ്രേണി, അതിജീവന ശേഷി, അതിമാരകമായ ആയുധശേഷി എന്നിവ സമന്വയിപ്പിച്ച് ഒരു സൂപ്പർ റാഫേൽ കോൺഫിഗറേഷനിലേക്ക് വിമാനത്തെ അപ്ഗ്രേഡ് ചെയ്യാനാണ് പദ്ധതി. റാഫേൽ F5 സംരംഭത്തിന് കീഴിൽ UAEയുമായി കൈകോർക്കാനുള്ള സാധ്യതകൾ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വൗട്രിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE പ്രതിരോധ മന്ത്രിയുടെ സമീപകാല പാരീസ് സന്ദർശന വേളയിൽ ഈ ചർച്ചകൾക്ക് വലിയ വേഗത കൈവന്നതായി ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു. വികസനത്തിനായുള്ള സാമ്പത്തിക പിന്തുണ, ഭാവിയിലെ വിമാന വാങ്ങലുകൾ, ആഗോള ഉൽപാദന ആവാസ വ്യവസ്ഥയിൽ എമിറേറ്റ് പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകൽ എന്നിവയാണ് ചർച്ചകളിലെ പ്രധാന ഉപാധികൾ. 6ാം തലമുറ യുദ്ധവിമാനം സംയുക്തമായി നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം എന്ന പദ്ധതി കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഈ പുതിയ ചർച്ചകൾ നടക്കുന്നത്. പങ്കാളിത്ത രാജ്യങ്ങൾ തമ്മിലുള്ള ദീർഘകാലമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഏകോപന പ്രശ്നങ്ങളും FCAF പദ്ധതിയുടെ പുരോഗതിയെ വല്ലാതെ മന്ദഗതിയിലാക്കി. ഇത് നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. വിപുലമായ യൂറോപ്യൻ ശ്രമങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉടനടി നിയന്ത്രിക്കാവുന്നതും നടപ്പിലാക്കാൻ കഴിയുന്നതുമായ ഒരു മാർഗമെന്ന നിലയിലാണ് റഫാൽ F5 നവീകരണത്തിന് ഫ്രാൻസ് ഇപ്പോൾ കടുത്ത ഊന്നൽ നൽകുന്നത്. വിപുലമായ യുദ്ധവ്യോമയാന രംഗത്ത് തങ്ങളുടെ തുടർച്ചയും മേധാവിത്വവും ഉറപ്പാക്കാൻ പാരീസിന് മുന്നിലുള്ള ഏറ്റവും പ്രായോഗികവും വിശ്വസനീയവുമായ പരിഹാരമായി പ്രോഗ്രാം മാറിക്കഴിഞ്ഞു. വെറുമൊരു സാധാരണ നവീകരണത്തിനപ്പുറം നിലവിലുള്ള റാഫേൽ വകഭേദങ്ങളെ അപേക്ഷിച്ച് സാങ്കേതിക വിദ്യയിലെ ഒരു വൻ കുതിച്ചുചാട്ടമായിരിക്കും F5. റഷ്യൻ, ചൈനീസ് വ്യോമ പ്രതിരോധ ശൃംഖലകൾ നിർവചിക്കുന്ന അതീവ അപകടകരവും ഉയർന്ന മത്സരശേഷിയുള്ളതുമായ യുദ്ധമേഖലകളിൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിവുള്ള നൂതന സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ ഉൾപ്പെടും. വേഗതയിലോ സ്റ്റെൽത്തിലോ മാത്രം ഒതുങ്ങാതെ വിമാനത്തിന്റെ ഘടന പൂർണ്ണമായി മാറ്റാതെ തന്നെ ഭാവിയിലെ യുദ്ധക്കള സാങ്കേതിക വിദ്യകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു മൾട്ടി റോൾ പ്ലാറ്റ്ഫോമാണിത്. F5 പദ്ധതിയിൽ പരിഗണനയുള്ള ഏറ്റവും ശ്രദ്ധേയമായ വികസനം ഹൈപ്പർസോണിക് മിസൈൽ ശേഷി ഉൾപ്പെടെയുള്ള അത്യാധുനിക ദീർഘദൂര ആക്രമണ സംവിധാനങ്ങളുമായുള്ള സംയോജനമാണ്. ഇതിനു പുറമെ അടുത്ത തലമുറയിലെ വായുവിലൂടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ആണവായുധങ്ങൾ വിതരണം ചെയ്യാൻ അനുവദിക്കുന്ന പ്രത്യേക കോൺഫിഗറേഷനുകളും ഫ്രാൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഫ്രാൻസിന്റെയും അതിന്റെ പങ്കാളികളുടെയും തന്ത്രപരമായ പ്രതിരോധ നിലയ്ക്ക് കൂടുതൽ കരുത്ത് പകരും. ഉയർന്ന ചിലവുള്ള ഇത്തരം എയ്റോസ്പേസ് പ്രോഗ്രാമുകൾ ദീർഘകാലം നിലനിർത്തുന്നതിന് വലിയ ധനസഹായം, വ്യാവസായിക ശേഷിയും ആവശ്യമാണ്. ഇതിനായി ഗൾഫ് രാജ്യങ്ങളെ ദീർഘകാല സഹകാരിയായാണ് ഫ്രാൻസ് കാണുന്നത്. റാഫേൽ F5 വികസനത്തിൽ പങ്കാളിയാകുന്നതോടെ UAE വെറുമൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് മാറി നൂതന യുദ്ധവിമാന വികസനത്തിലും നിർമ്മാണത്തിലും സജീവ പങ്കുവഹിക്കുന്ന നിർണായക ശക്തിയായി മാറും. ഫ്രാൻസിന്റെ ഈ അടുത്ത തലമുറ റാഫേൽ F5 പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വിശ്വസനീയമായ പോരാട്ട വീര്യമാണ് റാഫേൽ ജെറ്റുകൾ. ഇതിനു പുറമെ ചൈന പാകിസ്ഥാൻ സഖ്യത്തിന്റെ വെല്ലുവിളികളെ തകർക്കാനായി 114 റാഫേൽ വിമാനങ്ങൾക്കായുള്ള വലിയൊരു ഓർഡർ ഇന്ത്യ ഔദ്യോഗികമായി ഫ്രാൻസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം 90 വിമാനങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക. സമീപകാല ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വ്യോമയാന സംരംഭമാണിത്. ഇതോടൊപ്പം ബ്രിട്ടനിൽ നിന്നും വിരമിച്ച 9 ജാഗ്വാർ ജെറ്റുകൾ പറത്താനല്ലെന്നും സ്പെയിൻ പാർട്ടുകൾക്കായി ഇന്ത്യ വാങ്ങുന്നതും വ്യോമസേനയുടെ കരുത്തു കൂട്ടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. കാലക്രമേണ F5 റോഡ് മാപ്പിന് കീഴിൽ വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യയുടെ ഭാവി റാഫേൽ വിമാനങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.